ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൻസ് ആണ്. വൈൻസ് എന്ന് പറയുമ്പോൾ വള്ളികളായിട്ട് വരുന്ന ഡിസൈൻസ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ലൈന് ചെയ്ത് കൊടുക്കുക. ലൈന് ചെയ്യുന്ന മെത്തേഡ് മറന്നിട്ടില്ലല്ലോ. ഇതുപോലെ പ്രഷറിങ് കൊടുത്തിട്ട് എത്ര ലെങ്ത്തിലാണോ വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ ലൈന് പൊക്കി പിടിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നമ്മൾ ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ചെയ്തിട്ടുള്ള ലീഫിലുള്ള ഈ പ്രഷറിങ് കൊടുത്തിട്ടുള്ള ലീഫ് ഇതുപോലെ കണ്ടോ, ഡോട്ട് ഇടുക, പിന്നെ വലിച്ചു കൊടുക്കുക. ഇതുപോലെ ചെരിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഡോട്ട് ഇടുക, വലിക്കുക, സ്ലാൻഡിങ് ലൈൻ, ഡോട്ട്, വലിക്കുക, സ്ലാൻഡിങ് ലൈൻ, ഡോട്ട്, വലിക്കുക. ഇതിങ്ങനെ നമ്മൾ എൻഡ് വരെ ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരേ സൈസിലായിട്ട് ഒരേ ഡിസ്റ്റൻസിൽ ഇങ്ങനെ ചെയ്തു പോവാം. സ്ലാൻഡിങ് ലൈൻ, ഡോട്ട്, വലിക്കുക. താഴത്തെ സൈഡിലും അതേപോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കാം. സ്ലാൻഡിങ് ലൈൻ, ഡോട്ട്, വലിക്കാം, സ്ലാൻഡിങ് ലൈൻ, ഡോട്ട്, വലിക്കുക. ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് പോവാം. ഇനി നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ട്. സെൻറ്ററിൽ വേണം ഒരെണ്ണം കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെ ചെയ്യരുത് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, നിങ്ങൾ ചെയ്യേണ്ട. ഇതുപോലെ ലൈന് കൊടുത്തിട്ട് ഇങ്ങനെ കുത്തനെ, പലരും ചെയ്യുന്നതാണ് ഇങ്ങനെ കുത്തനെ ചെയ്ത് കൊടുക്കും. ലൈന്, ഡോട്ട്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗിയും ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇരിക്കും കണ്ടോ. അതിൻ്റെ ഇത് ഭംഗിയില്ലല്ലോ വെയിൻസ് കാണാൻ വേണ്ടിയിട്ട്. ഇത് തെറ്റാണ്. എപ്പോഴും ഇങ്ങനെ മുകളിലേക്ക് ലൈൻ കൊടുത്തിട്ട് കുത്തനെ ചെയ്ത് കൊടുക്കരുത്. നമ്മൾ അതായത് ചെയ്യുമ്പോൾ ഇതുപോലെ സ്ലാൻഡിങ് ലൈനാണ് കൊടുക്കേണ്ടത്. സ്ലാൻഡിങ് ലൈൻ, രണ്ട് സൈഡിലേക്കും സ്ലാൻഡിങ് ലൈന്, ഡോട്ട്, ദെൻ വലിക്കുക, സ്ലാൻഡിങ് ലൈൻ, ഡോട്ട്, വലിക്കുക. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് വെയിൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ്, ഇത് തെറ്റാണ്. അത് എപ്പോഴും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന പോർഷൻ ഏതാണോ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ നിങ്ങൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വെയിൻസ് നോക്കാം. ഫസ്റ്റ് വണ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ ലൈൻ അപ്ലൈ ചെയ്യുക. എത്ര ലെങ്ത്തിലാണോ നമുക്ക് വേണ്ടത് അത്രയും ലെങ്ത്തിൽ ലൈൻ അപ്ലൈ ചെയ്യുക. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഡ്രോപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡ്രോപ്സ് ആണ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഡ്രോപ്സ് എങ്ങനെ ചെയ്യുന്നത്, ഡോട്ട് ഇട്ടിട്ട് വലിച്ചു കൊടുക്കുക. ആ ഡോട്ട് ഇതാ ഇവിടെ ഇട്ട് കൊടുക്കുക. ദെൻ ഇതുപോലെ ഇങ്ങോട്ടേക്ക് ചെരിച്ച് വലിച്ചു കൊടുക്കുക. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഡോട്ട് ഇടുക, ദെൻ വലിച്ചു കൊടുക്കുക. ഇങ്ങനെ കണ്ടോ, ഡോട്ട് ഇടുക, വലിച്ചു കൊടുക്കുക, ഡോട്ട് ഇടുക, വലിച്ചു കൊടുക്കുക. ഇതിങ്ങനെ റിപ്പീറ്റേഷൻ ചെയ്തു പോരാം. എൻഡ് വരെ ചെരിച്ചാണ് കേട്ടോ വലിച്ചു കൊടുക്കുന്നത്. ഡോട്ട് ഇട്ടിങ്ങനെ വലിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ താഴത്തെ ഭാഗത്തും ഡോട്ട് ഇട്ട് കൊടുക്കുക, വലിച്ചു കൊടുക്കുക, ചെരിച്ച് ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അപ്പൊ നമ്മൾ ഇടുന്ന ഡോട്ട്സ് ഒക്കെ ഏകദേശം ഒരേ സൈസിൽ തന്നെ ആക്കി കൊടുക്കുക. ഈ എൻഡ് വരെ അങ്ങനെ ചെയ്തു. ഇനി സെന്ററിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരെണ്ണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വലിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോഴും അതേപോലെ തന്നെയാണ്. നമ്മൾ ഒരിക്കലും കുത്തനെ ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഇതിൽ ഇവിടെ ഡോട്ട് ഇട്ടിട്ട് ഇതാ ഇങ്ങനെ നേരെ താഴേക്ക് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ സെയിം മുകളിലത്തെ പോലെ തന്നെ ഇത് കാണാനും ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ കുത്തനെ ചെയ്തു കൊടുക്കുമ്പം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഇങ്ങനെ ചെരിച്ചിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വലിച്ചു കൊടുക്കുക. കണ്ടോ,
ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ കറക്റ്റ് ഭംഗി കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ്, ഇതാണ് കറക്റ്റ് മെത്തേഡ് കേട്ടോ. അത് എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കാം. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വണ് ഞാൻ ഒരു ലൈന് ചെയ്യുന്നുണ്ട്. ദെൻ കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ലൈന് ചെയ്ത് കൊടുക്കാണ്. ഓക്കെ, ഇങ്ങനെ ലൈന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഒരു ഷേപ്പാ വരയ്ക്കുന്നത്. ഇതുപോലെ ഇവിടുന്ന് ഇങ്ങനെ കേവ് പോലെ കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് സെന്ററിലേക്ക് ഇങ്ങനെ, കണ്ടോ, ഇങ്ങനെ ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇത് ഞാൻ പുറത്ത് കാണിച്ചു തരാം ഷേപ്പ് എങ്ങനെയാ വരയ്ക്കുന്നതെന്നുള്ളത്. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഈ ഷേപ്പ് തന്നെ ചെയ്തു കൊടുക്കാണ്. പുറത്ത് കാണിക്കാം എങ്ങനെ ചെയ്യുന്നെന്നുള്ളത്, ശ്രദ്ധിക്കുക കേട്ടോ. ഇതാ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ, ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ, ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ, ഒരേ ഡിസ്റ്റൻസിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ആ ലൈനിന്റെ മുകളിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ, ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ, ഇങ്ങനെ ഈ കേർവ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, താഴെയും ചെയ്ത് കൊടുക്കുക. അതിന് നേരെ നേരെ വരുന്ന രീതിക്ക് ഇവിടുന്ന് കൊണ്ടുവന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് കൊണ്ടുവന്ന് ഇങ്ങോട്ട്, ഇങ്ങനെ നേരെ നേരെ വരുന്ന രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കാം. സെയിം തന്നെയാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്യുന്നത്.